ഇന്ന് ശരിക്കും ഞാൻ നന്നായി പേടിച്ചൊരു ദിവസം കേട്ടോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേടിച്ചിട്ടാണ് ഞാൻ ദേ ഇപ്പോൾ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്കു രാവിലെ സ്കൂളിൽ പോയി, രാത്രി ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 9 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ സോഫയിൽ ഇരുന്നപ്പോൾ വലിയൊരു ശബ്ദവും ഒരു കുലുക്കവും. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങ് അലറി വിളിച്ചേ. അപ്പോൾ രാക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഭൂമി ചെറുതായി ഒന്ന് കുലുങ്ങിയതാന്ന്. അപ്പോൾ ശരിക്കും ഇവിടെ ഭൂമി ഒന്ന് കുലുങ്ങി. ഇതിന് മുന്നേയും 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പേടിച്ചു പോയി. പേടിച്ചെന്ന് വെച്ചാൽ കൈയും കാലുമൊക്കെ ആ വിറപ്പ് കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും കുറച്ച് കിടന്നിട്ടാ പിന്നെ കിച്ചണിലൊക്കെ വന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചട്ടിയിലുണ്ടാക്കുന്ന ഉപ്മാവാണ് നമ്മുടെ റെസിപ്പിയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ദേ ഞാൻ ചട്ടി ചൂടാക്കി വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ഉരുകി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉഴുന്നുപരിപ്പാട്ടോ. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാവും, അത് എന്താ അടിക്ക് പിടിക്കുകയോ ഇല്ലയോ എന്ന്. നമ്മുടെ റവ ഉപ്മാവല്ല, ഞാൻ വെർമിസെല്ലി ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു സവാള അതേ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ വെർമിസെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റവയല്ല, വെർമിസെല്ലി ഉപ്മാവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സേവർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് അത് വാങ്ങുന്നത്. നമ്മുടെ സൂചിയുടെ വെർമിസെല്ലിയാണ്. അപ്പോൾ അത് റോസ്റ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചട്ടിയിലോട്ട് അത് തട്ടിയിട്ടിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ എല്ലാം റവ ഉപ്മാവും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ ഞാൻ സെപ്പറേറ്റ് റവ വറുത്തൊന്നും ചേർക്കാറില്ല. ഓൾമോസ്റ്റ് നമ്മുടെ ഈ സവാളയൊക്കെ മൂപ്പിച്ചതിലേക്ക് തന്നെ തട്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതും ഇതേ നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് എത്രത്തോളം റോസ്റ്റ് ആവുന്നോ അത്രത്തോളം നമ്മുടെ ഉപ്മാവിന് ടേസ്റ്റ് ആവും. അത് റവയാലും വെർമിസെല്ലി എന്തായാലും. പക്ഷെ കരിയാതെ ചെയ്യണം. പക്ഷെ ചട്ടി അടിക്കേ പിടിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കായാലും ധൈര്യമായിട്ട് എടുത്തോ. ഞാൻ റവ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, വെർമിസെല്ലിയുടെ കാര്യം പറയുന്നത്. റവ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരാം അത് അടിക്ക് പിടിക്കുമെന്ന്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ റവേനെക്കാട്ടിയും കുറച്ചും കൂടെ അധികം വെള്ളം വേണം നമ്മുടെ വെർമിസെല്ലിക്ക് ചേർക്കാൻ. കാരണം വെർമിസെല്ലിക്ക് റവേനെക്കാട്ടിയും കുറച്ചും കൂടെ വേഗം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോഴേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. 4-5 മിനിറ്റ്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് പൊക്കി നോക്കണം. ദേ ഞാനിപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞൊന്ന് പൊക്കി നോക്കിയപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട് കേട്ടോ. ദേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അതേ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ഒട്ടും ഒട്ടിയിട്ടുമില്ല. അത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇനി ഇത് ഇരുന്ന് ഒന്നും കൂടെ വേഗം. നമ്മുടെ ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്, ഇരുന്ന് വീണ്ടും വേഗം എന്നുള്ളത്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ട് ഓൾമോസ്റ്റ്. ഇനിയും ഇത് ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റും. ഞാൻ എന്താ വെച്ചാൽ ഉപ്പൊക്കെ എല്ലാം കറക്റ്റാണ് കേട്ടോ, വെന്തിട്ടുമുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇത് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് തീ ചെറിയതിൽ തന്നെ 1 മിനിറ്റും കൂടെ വെച്ചിട്ട് ആ ചൂട് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് പിന്നെ തീ ഓഫ് ചെയ്തു. ഇനി അതൊരു 2-3 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇളക്കിയെടുത്ത് സെർവ് ചെയ്യാം. ദേ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫൈനലായിട്ടുള്ള ഉപ്മാവ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് സൂപ്പറാണ്. അപ്പം ഞാൻ റവയുടെ ചട്ടിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് അടിക്ക് പിടിക്കുക എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊട്ടും അടിക്ക് പിടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റി ഉപ്മാവാണ്, ഹെൽത്തി ഉപ്മാവാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു പഴവും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. വേണമെങ്കിൽ അതും കൂടെ കൂട്ടി കുഴച്ച് നമുക്ക് കഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതേ വെർമിസെല്ലി ഉപ്മാവ് റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ ചട്ടിയിൽ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആകെ എനിക്ക് മൊത്തത്തിൽ ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു. എന്താ അറിയത്തില്ല, തലയിൽ നമുക്ക് ഗ്യാസ് കയറി ഇരുന്നിട്ട് അങ്ങനെ എന്തോ ഒരു വല്ലായ്മയായിരുന്നേ. അപ്പം അങ്ങനെയുള്ള ദിവസം എനിക്ക് വല്ലാത്ത സ്ട്രെസ്സ് ഫീൽ ചെയ്യും. എനിക്ക് പോലും അത് അങ്ങോട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാകും. മാത്രമല്ല നമ്മുടെ ഭൂമി കുലുങ്ങിയതിന് ശേഷം ഇന്നിവിടെ മഴയുമായിരുന്നു. മഴ തോരാതെ നിന്ന് പെയ്യുമായിരുന്നു. നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ട്, പുള്ളിക്കാരുടെ ചെരുപ്പാണ് പുറത്ത് കിടന്നത്.
കണ്ടോ എന്തോരം ശബ്ദത്തില്ല നമ്മുടെ മഴ. മെയ്ഡ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, കഴിഞ്ഞ് പോകാറായി. പുള്ളിക്കാരിയുടെ ഷൂസാണ് പുറത്ത് കിടന്നത്. ഷൂസ് ഈ സമയത്ത് ശരിക്കും മഴത്തിട്ടാലേ ഉണങ്ങാനും പാടാം, ഒരു സ്മെല്ലും വരും. അങ്കൂൻ്റെയും ഷൂസ് ഉണങ്ങാൻ പാടാന്നേ. രാക്കേ പിന്നെ ചെരുപ്പിട്ടുണ്ടാ പോകുന്നത് ഇപ്പോൾ മഴയായോണ്ട്. പിന്നെ എനിക്ക് ഈ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുന്ന ദിവസം എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് ടൂത്താണേ. അതായത് മധുരം കഴിക്കാൻ നല്ല ക്രേവിങ് വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച നമ്മുടെ സോൻ പാപ്പടി ഇരിപ്പുണ്ടായിരുന്നു. അതേ ഹൽദിറാംസിൻ്റെ, ഇവരുടെയാണ് ഏറ്റവും ബെസ്റ്റ് സോൻ പാപ്പടി കേട്ടോ. ഒരുപാട് കമ്പനികളുടെ ഇവിടെ ഉണ്ടെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല നെയ്യുടെ ഫ്ലേവറും, പക്ഷെ ഭയങ്കര മധുരമാണേ, നല്ല മധുര. അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്വീറ്റ് ടൂത്ത് ആകുമ്പോൾ നമുക്ക് മധുരമാണല്ലോ കഴിക്കാൻ തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ബോംബെ മിഠായി എന്ന് പറഞ്ഞ് കിട്ടുന്ന എത്ര പേർക്ക് അറിയാൻ അറിയത്തില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ബോംബെ മിഠായി എന്ന് പറയും. പഞ്ഞി മിഠായി പോലത്തെ സാധനം, വൈറ്റ് കളർ, നല്ല പ്യൂർ പഞ്ഞി പോലെ ഇരിക്കും, വെള്ള കളറിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണിത്. ആ ഒരു ടേസ്റ്റ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ നെയ്യുടെ ഒക്കെ ഒരു ടേസ്റ്റും നട്ട്സൊക്കെ അവർ ബദാമൊക്കെ ഇട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അതേ ഇതാണ് നമ്മുടെ ഹൽദിറാംസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാരുടെ കേട്ടോ. ഇതാണ് ബെസ്റ്റ് സോൻ പാപ്പടി. ഇത്ര മഴ പെയ്തിട്ട് നമ്മുടെ മുറ്റത്തെ പൂക്കൾ നോക്കിയേ, നല്ല സുന്ദരികളായിട്ട് തന്നെ നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ല ചില ദിവസങ്ങളിൽ നമുക്കൊരു വല്ലായ്കയാന്ന്. ആ ദിവസങ്ങളിൽ നമ്മൾക്ക് എന്താണോ വേണ്ട എന്ന് തോന്നിയത് അത് കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഈ സ്വീറ്റ് ടൂത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ചായയും. ഞാൻ ചായ പറയാറുണ്ടല്ലോ ഭയങ്കര അഡിക്ഷനാണ്, പക്ഷെ രാവിലെയും വൈകുന്നേരവും ഞാനിപ്പോൾ ഒതുക്കിയതാണ്. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ഭയങ്കര ടെൻഡൻസി വന്നിട്ട് വലിയൊരു കപ്പ് ചായ ഞാൻ ഇതിനിടയ്ക്ക് വീണ്ടും ഇട്ട് കുടിക്കുക. എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിച്ചില്ല. നമ്മുടെ അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടേ. അപ്പൊ ഭൂമി കുലുങ്ങിയതിന്റെ കാര്യം അവന്റെ വേർഷനിൽ പറയുകയാണേ. എന്നിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലേ? എല്ലാരും കൂടെ അപ്പൊ പേടിച്ചിട്ട് പുറത്തേക്ക് ഓടിയെന്നോ ഒരു കുട്ടി മറിഞ്ഞു വീണെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവന്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങളൊക്കെ ഡ്രിൽ ചെയ്ത് താഴെ ബെല്ലടിച്ചോ? അപ്പൊ ഞാൻ തഗ് ലൈഫ് എന്ന് പറഞ്ഞൊരു മൂവി കാണാൻ പോവായിരുന്നു. അപ്പോഴവൻ വന്നേ. നമ്മളിനി എത്ര വലിയവരായാലും ചെറിയവരായാലും എന്തായാലും അടുത്ത സമയം എന്താ വരാൻ പോകുന്നതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ദൈവം തന്നെയല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഭൂമി കുലുക്കമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും എന്താണെങ്കിലും അതൊരു സത്യം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്താ വെച്ചാൽ പൂരി മസാല. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ്, ഉള്ളി, നമ്മുടെ പച്ചമുളക്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഹോൾ സ്പൈസ് കേട്ടോ. ഇതും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഗ്രേവിക്ക് നമുക്ക് എത്രയാണ്, ഞാൻ കുറച്ച് കുറുകിയതാണ് ഞാൻ കാണിച്ചു തരാതെ എങ്ങനെയാണ് നമ്മുടെ മസാലയല്ലേ പൂരിയുടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ 3-4 വിസിൽ. കരിവേപ്പില ഞാൻ കഴുകിയിട്ട് സൈഡിൽ വെച്ചാലേ നമുക്ക് വറുത്തിടാൻ നേരം ആ വെള്ളം വറ്റി കിട്ടും. അങ്ങനെ അത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് വറുത്തിട്ടെടുത്തിട്ടുണ്ട്, തടുക്ക ചെയ്തെടുത്തിട്ടുണ്ട്. പൂരിയ കൂടെ. അപ്പോൾ ഞാൻ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ പൂരിയും നമുക്ക് ചുട്ടെടുക്കാം. പൂരി മസാല കുറച്ച് നാളായി കേട്ടോ പൂരി മസാല ഉണ്ടാക്കി കഴിച്ചിട്ട്. പിന്നെ അത് കഴിക്കാൻ ആഗ്രഹം തോന്നി, ഒരു മൂഡ് വന്ന് അങ്ങനെ അങ്ങ് ഉണ്ടാക്കുക. നമ്മുടെ പൂരികൾ വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഇരിപ്പുണ്ടേ. അപ്പോൾ അത് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ എനിക്കൊന്ന് കനച്ചു പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ അങ്ങ് എടുക്കും. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴേ അധികം അങ്ങോട്ട് നിറം മാറുന്നില്ല കേട്ടോ. വേറെ ഏതെങ്കിലും എണ്ണയാണെങ്കിൽ കുറച്ച് ബ്രൗൺ കളർ കൂടുതൽ വരും. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് വെള്ള പൂരികളായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അറിയത്തില്ല കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ പൂരികൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും വേണമല്ലോ പൂരി ആകുമ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അതാണ് ഇത്ര ഉണ്ടാക്കി വെച്ചത്. അപ്പം നമ്മുടെ മസാല കാണിച്ചു തരാം കേട്ടോ. ഫൈനൽ വേർഷൻ കണ്ടോ, കുറുകി ഓൾമോസ്റ്റ് കട്ടയും അല്ല എന്നാൽ വെള്ളവും അല്ല. ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മുടെ ഡിന്നർ ഇന്ന് പൂരി മസാല. രാക്കേ ലാപ്ടോപ്പിലോട്ട് മുങ്ങിയിരിപ്പുണ്ട്. പുതിയ ലാപ്ടോപ്പ് വാങ്ങിയല്ലോ. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് രാക്കയുടേതായ ഒരു ലോകത്തിരിക്കുകയാണ്. പുറത്ത് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്കുവിന് കുറച്ച് പഠിക്കാനും എഴുതാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനകത്തോട്ട് TV ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ പോയി അരി ആട്ടാൻ ഉണ്ടായിരുന്നു.
കുറച്ച് അരി ഉഴുന്ന് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. മാവ് ആട്ടി വെച്ച ഒരു സമാധാനം ഉണ്ടല്ലോ. നമുക്ക് അഥവാ ചില ദിവസങ്ങളിൽ വെയ്യായ്മ ഉണ്ടെങ്കിലും പെട്ടെന്ന് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ചുട്ടെടുക്കാൻ എളുപ്പമാണ്. ചപ്പാത്തിയും പൂരിയൊക്കെ ആണെങ്കിൽ എന്തായാലും അത് കുറച്ച് ടൈം എടുക്കേണ്ട സംഭവമാണ്. ദോശയൊക്കെ ആണെങ്കിൽ ആർക്കായാലും പെട്ടെന്ന് ചുട്ടങ്ങ് എടുത്ത് കഴിക്കാം. അങ്ങനെ മാവ് അരച്ച് വെച്ചു. കുറച്ച് ചിയാ സീഡ് പിറ്റേ ദിവസത്തേക്കുള്ളത് വെള്ളത്തിലും ഇട്ട് വെച്ചു. ദേ പുറത്ത് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്നപ്പോൾ കണ്ടോ. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലോട്ടുള്ള റോഡ് ട്രിപ്പിൽ നമ്മളിതേ കർണാടക കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. ഒരു ലോറിക്കകത്തൊരു ഡ്രൈവർ ഇരുന്നിട്ട് മരിച്ച് ഈ കർണാടകയിൽ വന്ന് എടുത്ത വലിയൊരു ന്യൂസായിരുന്നു. ആ ഒരു സ്ഥലത്തൂടെ കേട്ടോ. അതിപ്പോൾ ഒരാൾക്ക് എന്നോട് അത് പറഞ്ഞു വരുമായിരുന്നു. അങ്ങനെ നമ്മൾ ഗോവ കഴിഞ്ഞു. ദേ കർണാടക കയറി. അപ്പോൾ ദേ പരന്ന് കടൽ കിടക്കുന്ന ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഒരു സൈഡിൽ ഒരു നല്ലൊരു അമ്പലവും നല്ല തുറസായൊരു സ്ഥലമായിരുന്നു. നടുക്ക് NH പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ദേ കടൽ. എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ. ഞാൻ ആദ്യം ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ദേ ഇറങ്ങി വരിക. അവിടെ അങ്ങോട്ടൊക്കെ കുറച്ച് ആളുകളുണ്ടെങ്കിലും അങ്ങോട്ട് നമ്മളെ ഇറക്കി വിടുന്നില്ലായിരുന്നു. കുറച്ച് ഡേഞ്ചർ ആയിരുന്നെന്ന് തോന്നുന്നു കടൽ. ശരിക്കും മടിയായിരുന്നെങ്കിലും ആ ഒരു കാറ്റടിച്ചപ്പോഴേ എനിക്കങ്ങ് ഇറങ്ങാൻ തോന്നി. ദേ അങ്കൂൻ്റെ അക്കയും നേരത്തെ ചാടി ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. അമ്മ അറിഞ്ഞു വരുന്നില്ലെന്ന്. ദേ ഒരു തിരക്കും ഇല്ലാതെ സുഖമായിട്ട് വന്ന് കാറ്റ് കൊണ്ടിട്ട് പോകാനുള്ളൊരു ഏരിയ തന്നെയാണ്. കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അവരെ ആരെയും അങ്ങോട്ട് ഗാർഡ് ഇറക്കി വിടുന്നില്ലായിരുന്നു. അവരിങ്ങനെ വിസിലടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നമുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു ഇത്. കാരണം ഒരു ഗാർഡല്ല, ഒരു 3-4 ലൈഫ് ഗാർഡ്സ് നിൽപ്പുണ്ടായിരുന്നു അവിടെ ചുറ്റും നമ്മളെയൊക്കെ നോക്കിക്കൊണ്ട്. നമ്മളവിടെ ഇപ്പോൾ കുറച്ചധികം നേരം നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അത്ര നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പോൾ വല്ല ചായ എങ്ങനെ കുടിക്കാൻ കടയൊക്കെ നോക്കിയപ്പോൾ അവിടെ അതൊന്നും കണ്ടില്ല. ഒരു സൈഡിൽ ദേ പുഴ പോലെ ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിൽ കടലും കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പരന്ന് കിടക്കും, എന്തോ ഭംഗിയാ. അങ്ങനെ നമ്മൾ ദേ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. കാരണം നമ്മൾ ഫിഷ് കറിയും മീൽസൊക്കെ കഴിച്ചിട്ടായിരുന്നല്ലോ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും കിട്ടുന്ന എന്തായാലും കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിത് മാംഗ്ലൂരിയൻ കോഫി, ഇത് ഫേമസ് ആണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എത്ര കോഫി ലവർ അല്ലെങ്കിലും ഞാനൊരു കോഫി വാങ്ങിച്ചു. രാക്കേക്കും കോഫി പറഞ്ഞു. പിന്നെ ഇവിടെ മാംഗ്ലൂർ ബൺസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്നാക്സും കോഫിയും കുടിക്കാമെന്ന് വെച്ചിട്ട് ദേ ബജി, നമ്മുടെ കായ ബജിയാണ്. ഇതാണ് മാംഗ്ലൂർ ബൺസ്. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാനിത് കേരളത്തിലൊന്നും കഴിച്ചിട്ടേ ഇല്ല. എനിക്കറിയത്തില്ല ഉണ്ടോ കിട്ടുമോന്നൊന്നും. നമ്മുടെ തേങ്ങാ ചട്നിയാണ് കൂടെ അതിൻ്റെ കോംബോ ആയിട്ട് തന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയതിന്. പിന്നെ നോർമൽ കായ ബജിയും അതിൻ്റെ കൂടെയും ചട്നി. അങ്ങും ഒരു മിൻറ്റ് ലൈം അതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മാംഗ്ലൂർ പോകുന്നവർക്ക് മസ്റ്റ് ട്രൈ ആട്ടോ ഈ മാംഗ്ലൂർ ബൺസ്. അത്ര ടേസ്റ്റി സംഭവമാണ്. അപ്പോൾ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.